ചെറിയ പ്രായത്തിൽ അടിച്ച് കുറുമ്പിയാ അടിച്ച് ഞാൻ തിരിക്കും കേട്ടാ. ഒരു സെക്കൻഡ് കണ്ണെടുത്ത് അപ്പ പോവും. മിനിറ്റ് എവിടെ? അവിടെ കാണുന്നില്ല. പോലീസ് വണ്ടി എടുത്ത് നോക്കിട്ട് കാണുന്നില്ലല്ലോ. ഹലോ, ഇങ്ങ വരുമോ മിനിറ്റ്? ദൂരെ നോക്കുമ്പോ മീനുട്ടി അത്ഭുത മനുഷ്യനെ പോലെയൊക്കെ കാണുന്നേ. സുഹൃത്ത് ഒരു മിനിറ്റ്, ഞാൻ പേഴ്സണൽ ആയിട്ടൊന്ന് സംസാരിച്ചോട്ടെ. മീനുട്ടി പറ. വലിയ കുഴിയാണ് അത്. ഇപ്പൊ പറ മീനുട്ടി. നല്ല വിശേഷം. ഫുഡ് കഴിച്ചു. മറ്റേ സാറ ചേച്ചി വന്നായിരുന്നു. വന്നിട്ടില്ലല്ലേ? പിന്നെ ഭയങ്കര സന്തോഷത്തില്ല ഞാൻ. സാറെ പറ്റി ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നു. പക്ഷെ മോള് കുഞ്ഞുമാവ ആയതുകൊണ്ട് കുഞ്ഞുമാവ എടുത്ത് എനിക്ക് അത് പറയാൻ പറ്റൂല. ഈ സാറ ചേച്ചിക്ക് പകരുന്ന എന്തോ ഒരു അസുഖം ഉണ്ടെന്നാ ഞാൻ അറിഞ്ഞത്. പിന്നെ ആണല്ലേ? എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ സിറ്റിയില് ഇപ്പം എനിക്കും അല്ല, ഞാൻ ഇപ്പൊ പറയാം, എനിക്ക് തോന്നുന്നു ദർശന സിംഗിള 1, 2 നമ്മുടെ ബി പാത്തുവിന്റെ കാര്യം ഇതുവരെ കൺഫേം ആയിട്ടില്ല. പിന്നെ സിംഗിളായിട്ട് തോന്നി കുരുവി സിംഗിളാന്ന് തോന്നുന്നു. കുരുവി അത് തന്നെ. ഇങ്ങനെ വളരെ കുറച്ചു പേരേ ഉള്ളൂ. പിന്നെ ഏത് കിട്ടിയാലും നമ്മൾ എടുക്കൂല. അങ്ങനെ ക്രഷായിട്ട് തോന്നിയിട്ടില്ല. അയ്യോ, അത് ഫസ്റ്റ് നൈറ്റ് അല്ല, ഫസ്റ്റ് സൈറ്റ്. ചെറിയ പ്രായത്തിൽ അടിച്ച് വലിയ വർത്താനാ. ക്രഷ് തോന്നിയ ഒരാളെന്ന് പറയുമ്പോ എല്ലാരോടും ഉണ്ട്. ആരോട് സംസാരിച്ച് നോക്കാം, നമുക്ക് എല്ലാരോടും സംസാരിച്ച് നോക്കാം. പക്ഷെ ഇവരെ ആരും എനിക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നില്ല. അതല്ലേ ഇവിടെ പേര് രജിസ്റ്റർ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് അതുകൊണ്ട് തള്ളാതെ നിങ്ങൾ പേര് കൊടുത്തിട്ട് പോണ്ടാണേ. ദർശന ചേച്ചി വിളിക്കും. ദർശന ചേച്ചി കണ്ടിട്ടില്ലേ?
പ്ലീസ്. എനിക്ക് കാണിച്ചു തരാന്ന് പറഞ്ഞു. അതുപോലെ ഓഡിയൻസ് ആ അതെ എനിക്ക് കാണിച്ചു തരണം. ദർശന ചേച്ചി കാണുമ്പോ മീനൂട്ടിയെ കാണൂല. അല്ലാണ്ട് അല്ലാത്ത പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതിന്റെ നീ രജിസ്റ്റർ ചെയ്തോടാ. ഇല്ലണ്ണാ അവന്മാര് പോയിട്ടുണ്ട് ബാക്കിയുള്ള അവന്മാര്. ഓക്കെ ഓക്കെ ഓക്കെ. ദർശന ചേച്ചിയെ കാണുമ്പോ മീനൂട്ടിയെ കാണത്തില്ല, മീനൂട്ടിയെ കാണുമ്പോ ദർശന കാണത്തില്ല. എന്ത് ചെയ്യാൻ പറ്റും? ഇനിയിപ്പോ, ഇനി കാണുമ്പോ എന്നെ കാണിച്ചു തരാം. ഉറപ്പായിട്ടും കാണിച്ചു തരാം. സെക്കൻഡ് ക്യാരക്ടറാ ആണോ? അശ്ശോ, ഞാനെന്നാ ഇപ്പൊ ആർപ്പിക്കകത്ത് പറയാം. സെക്കൻഡ് ക്യാരക്ടർ ആയതുകൊണ്ട് മീനൂട്ടി കാണാൻ പറ്റൂല കേട്ടോ. ദർശനമായിട്ട് വരുമ്പോ മീനൂട്ടിയെ കാണാൻ പറ്റൂല. ഞാനത് പറഞ്ഞവനെ മനസ്സിലാക്കാം. ഹലോ, എന്താ മീനൂട്ടി? ഈ മോബി മാമനെ അറിയാന്ന് തോന്നുന്നു. മോദി മാമനാ? മോദി അല്ല, ബോബി. എന്നെ ഡ്രാഗ് ചെയ്യാൻ പറ്റും. ഞാൻ വണ്ടിന്റെ എടാ മോബി, എടാ നിന്റെ ദർശന നമ്പർ ഉണ്ടോ? ഒന്ന് വിളിച്ചു നോക്കൂ. എന്റെ ദർശനയുടെ നമ്പർ ഇല്ല. ഡ്രാഗ് ചെയ്യാൻ പറ്റില്ല. നോക്കട്ടെ. എല്ലാവരും ഒന്ന് സൈലന്റ് ആവണേ. ദയവ് ചെയ്ത് ഈ കൗണ്ടറിന്റെ അടുത്ത് നിൽക്കുന്ന എല്ലാവരും ഒന്ന് സൈലന്റ് ആവണേ. പേര് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ്. ഇല്ല, എന്റെ ഇല്ല ദർശന. ദർശന ലക്ഷ്മി ഉണ്ട്. ദർശന ലക്ഷ്മി മൈനെന്നാണ് ഞാൻ സേവ് ചെയ്തിരിക്കുന്നത്. ഇവന്റിന്റെ ഇവിടെ ഫ്രണ്ടില് ടിവിയുടെ ഒരു ഹെലി കിടപ്പുണ്ടാവുന്ന മാറ്റി ഒന്ന് പാർക്ക് ചെയ്യാം. എപ്പ വിളിച്ചാലും നമ്പർ യു ആർ കോളിംഗ് ഈസ് അതില്ല എന്നുള്ള രീതിയിൽ. ഇതാണ് മടുപ്പ്. സത്യം പറഞ്ഞ മനസ്സിലായ, നമുക്ക് ആരെങ്കിലും ഇഷ്ടപ്പെടുക എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഒന്നേ സിറ്റി വരൂല, അല്ലെങ്കിൽ ഇവിടെ സിറ്റിയിൽ ഉണ്ടാവൂല. അതാണ് പ്രശ്നം. ഇനി ഒന്ന് പേരിട്ട് നോക്കാം. അത് ഈ ചില പൊട്ടന്മാർക്ക് ലോട്ടറി അടിക്കും. ഈ ഫുൾ ടൈം സിറ്റിയിലുള്ള രീതിയിലേ അത് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് ചിലമാർക്ക് അങ്ങനെ ആ ലോട്ടറി കിട്ടാം. പക്ഷെ ഞാൻ അത്രയൊക്കെ പ്രതീക്ഷിക്കുന്നുള്ളൂ. പക്ഷെ എനിക്കത് കിട്ടണല്ലോ അല്ലേ. ചിലമാരെ ഒട്ടിച്ചു വെച്ചതുപോലെ ഇങ്ങനെ ഫുൾ ടൈം വാറല് മാത്രമാണ് നെഞ്ചത്തു നിന്നൊക്കെ ഊരി വെക്കുന്നത്. മറ്റേ ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റ് ഒക്കെ ഇടുന്ന പോലെയാണ്. റേഡിയോ കാസ്റ്റുള്ളവര് യൂസർ എന്നുള്ള ഒരു പേരൊന്ന് മാറ്റണേ. എന്തോ കേട്ടില്ല. വിക്രമാദിത്യനും വേദാളവും. അതെ അതുപോലെയാണ് നടക്കണത്. ഇത് നമ്മുടെ സർപ്പാട്ട ചന്ദ്രനല്ലേ ഓടുന്നേ. അതെ കളി നമ്മക്ക് അതെ, വാമപ്പ് ചെയ്യുമെന്ന് തോന്നുട്ടാ. ഇങ്ങോട്ട് വന്നേ മിനിറ്റ്. ലൊക്കേഷൻ എവിടെയാന്ന് പറഞ്ഞ 5008 006. ചന്ദ്ര വാമപ്പാണോ? അണ്ണാ ഇല്ല അണ്ണാ, എന്റെ കുറച്ച് കത്തിയും സാധനങ്ങളൊക്കെ ഉണ്ടണ്ണാ. എല്ലാം എന്റെ തന്നേരം ഞാൻ പിടിച്ചാ നോക്കോ. അണ്ണാ 3 കത്തി, 1-2 പിസ്റ്റല്, എത്ര? ഒരു സെക്കൻഡ്. അണ്ണാ ഞാൻ തീർത്തിട്ടില്ല. എന്ത് ഇത്ര കത്തി? ഇല്ലണ്ണ, ഇത് ഓരോരുത്തരെ തരണേണ സ്നേഹം കൊണ്ട് നമ്മളിങ്ങനെ കൂട്ടി വെക്കും. അണ്ണാ കുത്തല്ലേ കുത്തരുത്. പേടിച്ചു വേണ്ട. ഇതൊക്കെ വീഴോ? ബാറ്റ് ഉണ്ടായിരുന്നു അവിടെ. ബാറ്റ് എടുത്തില്ല. ബാറ്റ് എവിടെ? ഇവിടെ ബാറ്റ് ഉണ്ടോ? മീനുട്ടിക്ക് ഇവിടെ ബാറ്റ് ഇട. കുട്ടികളുടെ മുന്നിൽ ഓക്കെ. അല്ലല്ല, നിന്റെ കൈ വെച്ചിരുന്നാ മതി, കളയാതിരുന്നാ മതി. ഒരു കത്തി തരൂ. വാ മീനുട്ടി വാ. നമുക്ക് മാച്ച് തുടങ്ങുമ്പോഴേ അതിന്റെ മണ്ട കയറി ഒന്ന് കാണാം കേട്ടാ. അവിടെ ഞാൻ ഒരു രഹസ്യം പറയട്ടെ. പറഞ്ഞോ. അവിടുത്തെ കാട്ടിൽ പോയിട്ട് ഒളിച്ചിരിക്കാം. എന്നിട്ട് ഏറ്റവും അവസാനം ഞാൻ അടങ്ങി എന്നിട്ട് എനിക്ക് ഫസ്റ്റ് തന്നെ പറഞ്ഞ് അലമ്പുണ്ടാക്കാം. അയ്യോ കുറുമ്പിയാ. ആടി വെച്ച് ഞാൻ ചിരിക്കും കേട്ടാ.
അവിടെ നമ്മുടെ ചെറുക്കൻ ജയിക്കണം ഇന്ന് ചന്ദ്രൻ ജയിക്കണം. ചന്ദ്രൻ ജയിക്കാൻ വേണ്ടി നമ്മൾ ഫുൾ സപ്പോർട്ട് ആയിരിക്കണം വെളിയിൽ നിന്ന്, മനസ്സിലായേ? നമ്മൾ ഫുൾ സപ്പോർട്ട് വെളിയിൽ നിന്ന് നമ്മൾ തീ വാരി എറിയണം. കൊച്ചായി പോയി. ആ അത് ശരിയാ. എനിക്ക് വേറെ കുറച്ച് കാര്യം പറയാം. പറഞ്ഞു. ഈ ബാലച്ചനുണ്ടല്ലോ, എന്നോട് ഇടയ്ക്കിടയ്ക്ക് അറിയാം നിന്നെ കൊണ്ട് കളയാൻ പോവാ, എനിക്ക് നിന്നെ വേണ്ടെന്നൊക്കെ. അത് മോൾക്കും അറിയാം. ആരാ? ബാലച്ചനോ? അതൊക്കെ തമാശ പറയണതല്ലേ? ഇനി എങ്ങനെ കളഞ്ഞാലും എനിക്ക് പേടിയാ. വാ- ഒരു മോൾക്കും അറിയാം. ബാലച്ചൻ കളഞ്ഞാ ഞാൻ നോക്കില്ലേ മീനുട്ടിയെ? പിന്നെ അല്ലാതെ വിഷമിക്കായിരിക്കും ഇല്ലേ? അല്ലെങ്കിൽ ഇതാ കണ്ടോ, മോബിയുടെ ഗേൾഫ്രണ്ടും ഒരു മോളെ പോലെ ദത്തെടുത്ത് വളർത്തും. ഒരു മോളുണ്ട്. മോളുണ്ടോ ഓൾറെഡി മോബി? പേരെന്തായിരുന്നു? ഐവി. അച്ഛമ്മ നമുക്കുണ്ടല്ലോ ഇതെന്റെ തലയിലുള്ള പരിപാടിയാണ് ഇത്. എന്തോ? നമുക്ക് എല്ലാവർക്കും കൂടെ കരോളിന് പോവാം. പിന്നെ ഓൾറെഡി ടിവിയുടെ കരോള് വരുന്നുണ്ട് അടുത്ത ദിവസം. വീട്ടിനെ കൊണ്ടുപോവാ. പിന്നെ 20-ാം തീയതി നമ്മുടെ ടിവിയുടെ കരോളല്ലേ, എല്ലാം സെറ്റ് ചെയ്തേക്കാണ്. ഇവിടെ നമ്മുടെ ക്രിസ്മസ് ബാബ നമ്മുടെ ബാബുവാ. പിന്നെ ബാബു പാട്ടൊക്കെ പഠിച്ചോണ്ടിരിക്കുക. ഇവിടെ കരോളുണ്ട്. നമ്മുടെ നമ്മളെ എല്ലായിടത്തും പോണം. എല്ലാ മുതുക്കിലൊക്കെ ഈ വട്ടം മറ്റേ വിഷയം പരിപാടിയൊക്കെ നമ്മൾ നടത്താൻ പോണേ. മീനുട്ടി വരാവേ. ഇവിടെ ഉടുപ്പൊക്കെ ഇട്ടിട്ട് വരാം. ഓ മീനുട്ടിയെ കൊണ്ടോ. ഇവിടെ റിങ്ങില് ഇടിക്കാൻ നിക്കുന്നു. നീ ഇനി വന്നാട്ടോ. കൊണ്ടുപോയി പറ്റി. നമ്മൾ അടിച്ചു പൊളിക്കും. പിന്നെ അല്ലാതെ എന്നാ ബാബുല്ലേ, ബാബുക്ക് വരും. ഈ വട്ടം നമ്മൾ കരോൾ നടത്തുക. ഈ വട്ടം എത്ര നാളെടുത്തിട്ടാ ഇങ്ങനെ അത്തമ്മനെ കാണുന്നേനെ. അതെ സത്യം. എല്ലാ ദിവസവും ഇങ്ങനെ തിരക്കും അടിയും വഴക്കും ഒക്കെ അല്ലേ, എന്ത് ചെയ്യാൻ പറ്റും? അത്തമ്മ ഇപ്പൊ ഹാപ്പിയല്ലേ ഇങ്ങനെ ഇരിക്കുമ്പോ? പിന്നല്ലാതെ. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, മീനുകുട്ടിക്ക് വരെ ഇവിടെ എന്റെ അടുത്തൊരു പെങ്കൊച്ചായിരുന്നെങ്കിൽ മഞ്ഞത്ത് ഞങ്ങളിങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ്. സത്യം. അങ്ങനെ ഒരു ചേച്ചി പെട്ടെന്ന് വരും. കണ്ടോ? എവിടെങ്കിലും ഇരിപ്പുണ്ടായിരിക്കും എനിക്ക് വേണ്ടിയുള്ള പെങ്കൊച്ച്. അത്തമ്മന് വേണ്ടിയിട്ടുള്ള ഒരു ചേച്ചി എവിടെയെങ്കിലും ഇരിപ്പുണ്ടായിരിക്കും. അതെ, ഞാനും അങ്ങനെ തന്നെ വിശ്വസിച്ചിരിക്കുന്നു. എന്തോ? മീനുട്ടിനെ മറക്കാനോ? മീനുട്ടിനെ എങ്ങനെ മറക്കാനാ? മീനുട്ടിയെ മറക്കൂലല്ലോ. ഒരു ഗേൾഫ്രണ്ട് വന്നാലും ഞാൻ മീനുട്ടിയെ കൊണ്ടുപോകൂലേ? പിന്നല്ലാതെ. പിന്നെ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റില്ല, നമ്മൾ ഗ്യാങ്സ്റ്റർ അല്ലേ. ഞാൻ ഒരു ഗ്യാങ്സ്റ്റർ ആയതുകൊണ്ട് ഇടക്കിടക്ക് പ്രശ്നങ്ങളൊക്കെ വരും. എന്നാലും കുഴപ്പമില്ല, സന്തോഷത്തിൽ ജീവിച്ചു പോയാൽ മതി. അത് തന്നെ നമുക്ക് വലിയ കാര്യം. ഓ ഉറപ്പായിട്ടും ഞാൻ മീനുട്ടിയെ വിളിക്കാം. പിന്നെ എന്തെങ്കിലും വിഷമമുണ്ടോ ഞാൻ മീനുട്ടിയെ വിളിക്കൂലേ? ഉറപ്പായിട്ടും. നീ എന്താ എന്നെ നോക്കിയിരിക്കണം മോബി? നീ ഇവിടെ ഇരി. സ്റ്റേജിന്റെ മുന്നിലൊരു വണ്ടി കിടപ്പുണ്ട്. അയ്യോ ഇപ്പൊ പാട്ട് പാടിയാ ശോകം മൈൻഡില്ല. ചന്ദ്രൻ ജയിക്കാതെ എനിക്ക് സന്തോഷം വരൂല, ടെൻഷനാ ഉള്ളിൽ. പിന്നെ ചന്ദ്രൻ ജയിച്ച അപ്പഴേ പാടൂലേ? ചന്ദ്രനെ നമുക്ക് ഫുള്ളി മോട്ടിവേറ്റ് ചെയ്ത് ഈ കളി ജയിപ്പിക്കണം. അതാണ് എന്റെ ഇത്.
അമ്മമ്മ ഫസ്റ്റ് അടിച്ചിട്ടാണ് കുറെ മുട്ടായി മേടിപ്പിക്കാൻ. ഹലോ സത്യം. വിഷനെ എന്നെതുവരെ കയറ്റിയിട്ടില്ലേ? ഞാൻ സമരം വിളിക്കണോ? അച്ഛമ്മ ഏറ്റവും ഇഷ്ടമുള്ളത് എന്തുവാ? ഐസ്ക്രീമാണോ മുട്ടായി? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് മീനൂട്ടിയാ. അകത്ത് ശരിക്കും ശരിക്കും. ആർമർ ഉള്ളവര് ഈ ക്രിസ്മസ് ട്രീന്റെ അടുത്തൊന്ന് വരുമോ? ഈ റെഡ് സ്യൂട്ട് ഇട്ട് നിൽക്കുന്ന ആളുടെ അടുത്ത് ഒന്ന് വരണ്ടാണ്. എനിക്ക് ഭയങ്കര സന്തോഷേ. അകത്ത് കയറിയവര് ഗാങ്ങിലുള്ളവര് ആർമർ ഉള്ളവരൊക്കെ ക്രിസ്മസ് ട്രീന്റെ സ്റ്റാർട്ട് ആയില്ല ഇല്ലാവ്. എന്തോ മീനൂട്ടിക്ക് ഒരു അകത്ത് കഥ കയറിയവര് പറഞ്ഞുതരാമോ? ആർമർ ഉള്ളവര് അയ്യോ എനിക്ക് കഥയൊന്നും അറിഞ്ഞൂടാ. നമുക്ക് ജീവിതം മാത്രമല്ല ഉള്ളൂ, കഥയില്ല. എന്തേലും ഒരു കുഞ്ഞു കഥ. കുഞ്ഞു കഥ. മോബി മോബി ആർമർ ഒരു ഉള്ളവര് മിനിറ്റ്. മാത്രം ഈ റെഡ് സ്യൂട്ട് ഇട്ട ആളുടെ അടുത്ത് ഒന്ന് വന്ന് നിൽക്കണം. ക്രിസ്മസ് ട്രീന്റെ എങ്ങനെയായിരുന്നു സൗണ്ട് കൂട്ടുന്നേ? മാത്രം. ബോസ്കോ ഗൈസ്, എന്താ ചില്ല ഗൈസ്, എന്താടാ നിനക്കൊക്കെ ഇങ്ങനെ? എടാ, നമ്മള് അനിയത്തി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ പോലെ ഒരു കൊച്ചു കൊച്ചെന്നുള്ള ഒരു ക്യാരക്ടർ രീതിയിലല്ലേ? #, മതി പ്ലീസ്. നീയൊക്കെ എന്താണ് പിന്നെ ഇവിടെ ഇരിക്കുന്നേ? എനിക്ക് മനസ്സിലാവണില്ല ഗൈസ്. അവിടെ നിന്ന് നടക്കട്ടെ, ഞാൻ അവിടെ പോയി എന്ത് ചെയ്യാനാ? എന്റെ അമ്മോ. ഈ സിറ്റിയിൽ സത്യം പറഞ്ഞുണ്ടല്ലോ, വേറെ നല്ല ആൾക്കാർ ഇനിഷ്യേറ്റീവ് എടുത്ത് ഇവന്റ്സ് ഒന്നും ചെയ്യാത്തത് ഇങ്ങനത്തെ ഒരു കാരണം കൊണ്ടാണ് മെയിൻ ആയിട്ട്. ആരെങ്കിലും ഇനിഷ്യേറ്റീവ് എടുത്ത് എന്തെങ്കിലും ചെയ്താൽ ഇങ്ങനെ ഇരുന്ന് അവരെ കുറ്റം പറയാനും ഇത് വെക്കാനും. ഇവന്റ് ഒന്നും ഈ സ്വിച്ച് ഇട്ട് പോലെ നടത്താൻ പറ്റില്ല ഗൈസ്. അവർക്ക് ഈ ഇത്രയും പേരുടെ ഇൻവെന്ററി ചെക്ക് ചെയ്ത് അവരുടെ കയ്യിൽ ടൂൾസ് ഒന്നും ഇല്ല എന്നുള്ള കാര്യം ഉറപ്പൊക്കെ വരുത്തി അതിനകത്ത് കയറാൻ പറ്റത്തുള്ളൂ. ഇത് ഇപ്പൊ തുടങ്ങുന്ന പറഞ്ഞാൽ ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. RP സ്ട്രീമിന് ഈ ചാറ്റ് ഓഫ് ചെയ്ത് സ്ട്രീം ചെയ്യണമായിരിക്കും ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. പറയാതിരിക്കാൻ വയ്യ. നമ്മള് ഫൈറ്റ് ആരംഭിക്കുന്നതാണ്. അപ്പൊ എല്ലാരും കയ്യിലുള്ള വെപ്പൺസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കയ്യിൽ നിന്ന് മാറ്റുക, അല്ലെങ്കിൽ നോട്ട് പാറയിൽ നിന്ന് മാറ്റിയിടുക. ഇതൊന്നും തുടങ്ങൂല്ലെന്ന് തോന്നുന്നു കേട്ടാ. എന്തോ മോബി എടാ മീനുകുട്ടിക്ക് ഒരു കഥ പറഞ്ഞു വിടറാ. ഒരു ചെറിയ കഥ പറഞ്ഞു കൊടുക്കുക. ഇപ്പൊ കോച്ച് വരണ, കോച്ചിന് നല്ല കഥ അറിയാം. കോച്ചിന് തമിഴ് தெரியுமா? തമിഴ് എനിക്ക് നല്ല தெரியும். ആണല്ലേ? അപ്പൊ കോച്ച് തമിഴിലെ കഥ ചൊല്ലിത്തരും. ഇപ്പൊ വെയിറ്റ്. We are conducting a community meeting right now. All players are requested to join immediately. അതെവിടെ നടക്കുന്ന ഇപ്പൊ? അത് പുറത്തായിരിക്കോ? പുറത്ത്. You are not allowed to hold the safe zone after triggering or being involved in a situation. മീനൂട്ടി ഒരു പാട്ട് എടുത്തേ. മിനിറ്റ് പാട്ട്. ഞാൻ അവിടെ ഉണ്ടോ? കിട്ടുമിച്ച് പാട്ട് ആരാ? ക്രിസ്മസ് പാട്ട്. അതിന്റെ ഇടയ്ക്ക് എനിക്ക് നിന്റെ അപ്പൻ എന്നാണ് കേൾക്കണ കേട്ടാ. ക്രിസ്മസ് അപ്പൂപ്പനല്ല കേട്ടത്. ഇടയ്ക്ക് എനിക്ക് നിന്റെ അപ്പൻ എന്നാണ് കേക്കണത്. അതില്ല, മീനൂട്ടി ഇന്റൻഷനലി അങ്ങനെ പറയുമെന്ന് എനിക്ക് അറിയാം. അങ്ങനെ പറയില്ല. അത് പ്രശ്നം. അത് സപ്രസ് ആവുന്നത് ഭയങ്കര പ്രശ്നമാണ്. അതെ ഐഡിൽ ഫോർ 9 minutes. നമുക്ക് ഇങ്ങോട്ടിരിക്കാം. ഞാൻ ഫുഡ് കഴിച്ചു. മീനൂട്ടി ഫുഡ് കഴിച്ചോ?
ചോക്ലേറ്റ് വേണ്ട, ചോക്ലേറ്റ് വേണ്ട. മീനുട്ടി കഴിച്ചു. ഞാൻ ചോക്ലേറ്റ് കഴിച്ചു. ഞാൻ ഷുഗർ കട്ടില്ല. എല്ലാരും വണ്ടി ഒന്ന് അയച്ചേട്ടാണ് നോക്കണം പ്ലീസ്. എല്ലാരും ഫെയർ ആയിട്ടാണ് യെസ് ഇല്ല guys. ഈ ഇങ്ങനത്തെ ഇവന്റ്സ് ഒക്കെ നമ്മള് എടുപിടി നടത്താന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. അത് അവരുടെ അടുത്ത് പോയിട്ട് നമുക്ക് ധൃതി പിടിക്കാൻ പറ്റില്ലല്ലോ. ഇത് നമ്മൾ നടത്തുന്ന പരിപാടി അല്ലല്ലോ. ഈ ലാഗ് നമുക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായോ? ലെറ്റ് ദം. ഞാൻ നോൺ സ്റ്റോപ്പ് സംസാരിച്ചോണ്ടിരിക്കുക. ഞാൻ റേഡിയോയാ. ഈ കോച്ച് വരുന്നില്ലല്ലോ. കഥ പറഞ്ഞു തരാണ്. എന്ത്? എനിക്ക് കഥ അറിഞ്ഞൂടാ മീനൂട്ടി. ആ മീനൂട്ടി കഥ പറ കേക്കാം. എന്തോ കേട്ടില്ല. ആരുണ്ടായിരുന്നു? അത്തിമരം. അത്തിമരത്തിന്റെ കൊമ്പില് അങ്ങ് തുഞ്ചത്ത് ഒരു കുരങ്ങൻ താമസിച്ചിരുന്നേ. കുരങ്ങൻ. ആ ആ കുരങ്ങന് ഈ കഥ മൊത്തം ഞാൻ കേൾക്കേണ്ട വരും കേട്ടാ. താഴത്തെ മതിലുണ്ടായിരുന്നു. നദിയായിരുന്നു. നദിയില്ലേ? പുയ പുയ. എന്താ നാട്ടുകാര് നദിയില്ലേ? പുയ പുയ. എന്താ? വെള്ളം വെള്ളം. നദി. പുഴ പുഴ നദി നദി നദി. ആ ഓക്കെ 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 ഓക്കെ. ആ നദി. ആ നദി. ആ ഒരു മതില് താമസിച്ചിരുന്നേ. നദിയിൽ മുതല താമസിച്ചിരുന്നു. ആ ഇവിടെ ഭയങ്കര കൂട്ടുകാരായിരുന്നേ. ഈ കൊരങ്ങിനും എന്താ മുതലേ. അപ്പൊ ഒരു ദിവസം ഉണ്ടല്ലോ, ആ. ഈ മതിലൂടെ വൈഫിന് കുരങ്ങിന്റെ കരല് തിന്നാൻ കൊതിയാവും. മുതലയുടെ വൈഫിന് കൊരങ്ങന്റെ കരള് തിന്നാൻ കൊതിയാവും. ആ അപ്പൊ ഇവര് ഫ്രണ്ട്സ് അല്ലേ? ആ എന്നിട്ട് ഈ മതില് പാവം വെച്ചമിച്ച് ചെല്ലും. ആ. കുരങ്ങിന്റെ അടുത്ത് ചെല്ലും. ആ ചെന്ന് കഴിയുമ്പോ ആ കുരങ്ങിനോട് പറയും, ഞാൻ നിന്നെ ഈ നദിയൊക്കെ ചുറ്റി കാണിക്കാം, ആ. നീ എന്റെ കൂടെ പോരുന്നോന്ന് ചോദിക്കും. ആ അപ്പൊ ഈ കുരങ്ങിന് എന്ത് ചെയ്യും? ആ മതിലയുടെ പട്ടി കയറി നദി കാണാൻ പോലെ. മുതലയുടെ പുറത്ത് കയറി നദി കാണാൻ പോയി. ആ നമ്മള് അപ്പൊ അങ്ങനെ കഴിയുമ്പോ ഈ മതിലറിയും കുരങ്ങ എന്റെ വൈഫിന് കരള് തിന്ന കൊതിയായി, അതുകൊണ്ട് നിന്നെ കൊണ്ടുവന്ന് നീ എന്നോട് ഒന്ന് അണ്ണ 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 ഇപ്പൊ തുടങ്ങുന്നു അണ്ണ. ആ ഇതാ വരുന്നത്. ആ ആ ഒന്നും തോന്നരുതെന്ന് പറഞ്ഞു. ആ അപ്പത്തേക്ക് കുരങ്ങിന് എന്ത് ചെയ്യുന്നറിയോ? ആ. അയ്യോ, എനിക്കിത് നേരത്തെ പറഞ്ഞുവിടായിരുന്നു. എന്റെ കരല് ഞാൻ അത്തിമരത്തിന്റെ മേലെ വെച്ചേക്കാണ്. ഓ എന്റെ കരൾ അത്തിമരത്തിന്റെ മുകളിൽ വെച്ചേക്കോ. നേരത്തെ പറഞ്ഞുവിടായിരുന്നു. ഓക്കെ. ആ എന്നിട്ട് ഇപ്പൊ മതിലത് വെച്ചിട്ട് പൊട്ടെ. വിശ്വസിച്ച് പൊട്ടൻ. ആ എന്നിട്ട് ഈ മതില് തിരിച്ച് കുരങ്ങിനെ അവിടെ കൊണ്ടുവരും. ആ അപ്പൊ അത്തിമരത്തിന്റെ മേലെ കയറിയിട്ട് കുരങ്ങൻ പറയും, നീ ചതിയനായ ഫ്രണ്ടാണ്, ഞാൻ നിന്നെ പറ്റിച്ചതാ, നീ എന്നെ ചതിക്കാൻ കൊണ്ടുപോയതല്ലേ, ആരെങ്കിലും കരല് ഒരു വെക്കോന്ന് ചോദിക്കും. ആ അങ്ങനെ ആ മതില് ചമ്മിപ്പോ. വാവ് സൂപ്പർ. ഇതിന് എന്താ ഗുണപാഠം? എന്താ ഗുണപാഠം? ഇനി മീനൂട്ടി വിളിച്ച കഥ കേൾക്കാൻ വരരുത്. ചുമ്മാ തമാശ പറഞ്ഞു. വാ 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 നമുക്ക് അങ്ങോട്ട് പോവാം. വാ. നമുക്ക് മേലെ നിന്ന് ചന്ദ്രന്റെ അടി കാണാം. SRRയുടെ ഫോർമേഷൻ സ്റ്റോറിയോ? എടാ SRRയുടെ ഫോർമേഷൻ സ്റ്റോറി അതെന്തായാലും ഞാൻ ഫോർമേഷൻ പറഞ്ഞില്ല. ഇപ്പോഴത്തെ സ്റ്റോറി എന്ന് പറഞ്ഞ നോക്കെ ഫോർമേഷനിലെ അവർക്കൊരു കീഴിലെ ലീഡർ ഉണ്ടായിരുന്നു. മനസ്സിലായ? ഇപ്പോ ഉള്ള അപ്പികളെ പോലെ അല്ലായിരുന്നു അന്നത്തെ SRR. പണ്ടത്തെ SRR ആയിരുന്നു ഞാൻ ഒരിക്കലും പറയൂല ഇങ്ങനൊന്നും. എന്തോ എല്ലാരും റെഡി ആവാ. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഹായ് ഹലോ എല്ലാരും ഇപ്പൊ റെഡി ആയിക്കോളൂ. വാ വാ വാ
ഞാൻ പലവട്ടം പറഞ്ഞില്ലേ, എനിക്ക് ഞാനിപ്പോ ചെയ്യുന്ന ഈ ഒരു റോൾ അല്ലെങ്കിൽ ഒരു ലീഡർ എന്ന് പറയുന്ന സ്ഥാനത്ത് നിന്ന് കളിക്കുന്നതിൽ എനിക്കൊരു എന്താ ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ അങ്ങനെ വന്നൊരു ക്യാരക്ടറാണ് ഡൂഡ് എന്ന് പറയുന്ന ക്യാരക്ടർ. മനസ്സിലായോ? ലൈക്ക് പുള്ളിയൊക്കെ ഉള്ള സമയത്ത് ഉണ്ടായിരുന്ന ഒരു SRR അവർക്ക് എപ്പോഴും ഇതും കളിച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല, അത് സത്യമാണ്. പക്ഷെ അവരുണ്ടാക്കി വെച്ചൊരു സാധനമുണ്ട്. ആ സാധനം ഏറ്റെടുത്ത് ചെയ്യുന്ന ആൾക്കാരും പോവാതെ നോക്കണം എന്നുള്ളൊരു കാര്യമുണ്ട്. മനസ്സിലായോ? അത് പുള്ളിക്ക് ഇപ്പൊ അത് കൺട്രോൾ ചെയ്യാൻ നോക്കാനും പറ്റുന്ന ഒരു സമയം സാഹചര്യം ആയിരിക്കത്തില്ല. നേരത്തെ പുള്ളിക്കാർക്ക് വേറെ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ പുതുതായിട്ട് അതിൽ വരുന്ന ആൾക്കാർക്കും ഉണ്ടാവണം ഇങ്ങനെ ഒരു എന്താ ബാക്ക് സ്റ്റോറി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇത്രയും കിടിലൊരു ഗ്യാങ്ങിലാണ് കളിക്കണത് എന്നുള്ളൊരു